അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് കണ്ടു. അദ്ദേഹം കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെ ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു. അഥവാ നമ്മുടെ കേരളത്തിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട്, മതപരമായ യതീംഖാനകളും അതുപോലെ തന്നെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ വർഷാവസാനം വരുമ്പോൾ അവരുടെ സ്ഥാപനത്തിൻ്റെ കലണ്ടർ അച്ചടിക്കും. അത് ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ വീടുകളിലേക്കൊക്കെ അത്തരം കലണ്ടറുമായിട്ട് അവർ സ്ഥാപനത്തിലുള്ള കലണ്ടറുമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വിടുന്ന കുട്ടികളെ മുഴുവനും ഭിക്ഷാടകരാക്കുക, യാചിക്കുന്നവരാക്കുക, തെണ്ടികളാക്കുന്നു. ഇങ്ങനെ രൂപത്തിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഈ മക്കളെ മുഴുവനും അദ്ദേഹം ചിത്രീകരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നടന്നു പോകുന്നത് നാട്ടുകാരായ നമ്മുടെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ഒരു വീട്ടിലെ ചിലവ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കത് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ സാഹചര്യം. ഒരു വീട്ടിൽ ഒരു 5-6 അംഗങ്ങളുണ്ടെങ്കിൽ ഉള്ള അവസ്ഥയാണത്. അപ്പോൾ 10, 20, 30 അല്ലെങ്കിൽ 100-ന് മുകളിൽ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവരുടെ ഭക്ഷണം മറ്റ് കാര്യങ്ങളൊക്കെ ചെലവിൻ്റെ കാര്യം ഒക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അത് സ്ഥാപനം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഈ പറയുന്നത് പോലെ ക്യാമറ ഓണാക്കി മുമ്പിൽ നിന്ന് എന്തും തള്ളാൻ ആരെക്കൊണ്ടും കഴിയും, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് വളരെ വലിയ പ്രയാസമുള്ള കാര്യമാണ്, സാമ്പത്തികമാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ. അപ്പോൾ ഇത്തരം കുട്ടികളുടെ പഠനവും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാമ്പത്തികം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥാപനങ്ങളും ഇതുപോലെ കലണ്ടറുകൾ വർഷാവസാനം അച്ചടിക്കുകയും അത് ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾ കൊണ്ടുപോയി അവരുടെ ഇഷ്ടപ്രകാരമാണ് ഓരോ കുട്ടികളും ഈ കലണ്ടറുമായി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അല്ലാതെ ഒരു സ്ഥാപനത്തിൽ നിന്നും അവിടെ പഠിക്കുന്ന കുട്ടികളെ നിർബന്ധിപ്പിച്ച് എവിടെയും അയക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഏത് സ്ഥാപനത്തിൽ പോയാലും നിങ്ങൾക്കത് അറിയാൻ കഴിയും, അവിടെ പോയി ചോദിച്ചാൽ മതി. അപ്പോൾ ഒരു കുട്ടിയെ നിർബന്ധിപ്പിച്ച് ഇതിന് വിടുന്നില്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഈ വരുന്നത് മുഴുവനും, നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർ മുഴുവനും യാചകരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നെഗറ്റീവായി എടുത്തത് കൊണ്ടാണ്. ഇദ്ദേഹം എല്ലാ കാര്യങ്ങളിലെയും നെഗറ്റീവ് മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരനോട് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക്, ഇപ്പോൾ എൻ്റെ വീട്ടിലേക്കൊക്കെ ഒരുപാട് ആളുകൾ വരാറുണ്ട്. അതിൽ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ചെറുപ്പക്കാരായ ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട്, അല്ലാത്തവരും വരാറുണ്ട്. പല കാര്യങ്ങളുമായി നമ്മുടെ വീട്ടിലേക്ക് പലരും വരാറുണ്ട്. ഈ വരുന്നവരൊക്കെ യാചകരാണോ, അല്ലെങ്കിൽ ഈ വരുന്നവരൊക്കെ ഭിക്ഷാടകരാണോ? എന്താണ് ഈ സുഹൃത്ത് പറയുന്നത്? ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന ഈ പറയപ്പെട്ട വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരായ നല്ല ടൈയും അതുപോലെ തന്നെ ഇൻസൈഡൊക്കെ ചെയ്തുകൊണ്ട് നല്ല ചെറുപ്പക്കാരായ ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് പല സാധനങ്ങളുമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഇതേപോലെ ഒരു ആൾ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇത് എന്തിനാണ് ഇങ്ങനെ വീടാന്തരം കയറി ഇറങ്ങുന്നത്? ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ കടയിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയല്ലേ, പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ വീടാന്തരം കയറി ഇറങ്ങി ബുദ്ധിമുട്ടണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക, അതിന് വേണ്ടിയിട്ടാണ്. ആളുകളുമായിട്ടൊന്ന് പെരുമാറി ഇടപഴകണം. ഞാൻ പൊതുവേ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരാളായിരുന്നു, പക്ഷേ അങ്ങനെ ആയാൽ ശരിയാകൂല. ആളുകളുമായിട്ട് ഇടപഴകണം, അപ്പോഴാണ് നമുക്ക് എല്ലാത്തിനും ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചത്. വേറെ ചിലർ കമ്പനിയുടെ പ്രൊഡക്റ്റുമായിട്ട് വരാറുണ്ട്, അവരുടെ കമ്പനിയുടെ ഭാഗമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങുമായിട്ട് അങ്ങനെയും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഈ വരുന്നവരെ മുഴുവനും തെണ്ടികളാക്കാനൊന്നും നമുക്ക് കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുന്ന നമ്മുടെ മക്കൾ എല്ലാ സമയത്തും ഈ ദർസിലും അതുപോലെ തന്നെ പള്ളിയിലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നത് അത്ര നല്ലതല്ല. ഇങ്ങനെ പുറത്തേക്കൊന്ന് വർഷത്തിലൊന്ന് ഇറങ്ങി, കൂട്ടുകാരുമൊക്കെ ഒരുമിച്ച് വർഷത്തിലൊന്ന് പുറത്തേക്ക് ഇറങ്ങി ആളുകളുമായിട്ടൊന്ന് ഇടപഴകുന്നത് വളരെ നല്ല കാര്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മക്കളൊക്കെ ഒരു തരം എന്താ പറയുക, നമ്മൾ റെഡിമെയ്ഡ് സാധനം പോലെ ഇങ്ങനെ ആയി വരും എന്നല്ലാതെ 4 ആളുകളോട് കാര്യങ്ങൾ തുറന്നു പറയാനോ അല്ലെങ്കിൽ ആളുകളുമായിട്ട് പെരുമാറാനോ ഇവർക്ക് പൊതുവെ മടിയായിത്തീരും. അതിൽ നിന്നൊക്കെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ഇതുപോലെ
ഒന്ന് ആളുകളിലേക്കൊന്ന് ഇറങ്ങി തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം വീട് വീടാന്തരം കയറി ഇറങ്ങിയത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്കും വരാറുണ്ട്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ ആ മക്കൾ വേണ്ട, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകും. അത് അവർ എന്നല്ല, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആരായാലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, ഇല്ലെങ്കിൽ ഉള്ളത് കൊടുക്കുക. അപ്പോൾ കലണ്ടർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾ അവിടെ നിന്ന് പോയിക്കോളും. അവർ നിർബന്ധിപ്പിച്ച് നിങ്ങളെ കലണ്ടർ വാങ്ങിപ്പിക്കുക അല്ലെങ്കിൽ ശല്യം ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് കൂടി ഉണ്ട്. നമ്മുടെ മക്കൾ ആളുകളുമായിട്ടൊക്കെ ഒന്ന് ഇടപഴകി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആളുകളുമായിട്ട് സംസാരിക്കുക എന്നുള്ളത്, അതും അവരുടെ ഭാവിയിലെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ പള്ളികളിലേക്കൊക്കെ നമ്മുടെ മുത്തഅല്ലിം കുട്ടികൾ പ്രസംഗിക്കുന്നതിന് വേണ്ടി വരാറുണ്ട്. അതും അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. 4 ആളുകളെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഒരു കാര്യം 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു കാര്യം പറയാൻ അവർക്ക് ഒരു ട്രെയിനിങ് ആണ്. സത്യം പറഞ്ഞാൽ ഇതുപോലെ റമദാൻ മാസം നമ്മുടെ പള്ളിയിലേക്ക് വരുന്ന മുത്തഅല്ലിമീങ്ങൾ, അത് അവർക്ക് അതും ഒരു ലക്ഷ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർക്കും ചിലവുകളുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഭൂരിഭാഗം മക്കളും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട കുട്ടികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സാധനങ്ങൾ, വസ്ത്രമാകട്ടെ, പഠിക്കുന്ന പുസ്തകങ്ങളാകട്ടെ, ഇതൊക്കെ വാങ്ങാനും അവരുടെ ആ ഒരു വട്ടച്ചെലവിനുള്ള പൈസയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. സ്ഥാപനങ്ങൾ വെറുതെ പറഞ്ഞയക്കുന്നതല്ല, ഈ വിടുന്ന മക്കൾക്ക് അവർ ഈ സ്ഥാപനങ്ങൾ അവർ എത്രണ്ണം വിറ്റു അതിനനുസരിച്ചൊരു പൈസ അവർക്ക് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഈ പൈസ കൊണ്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് വാങ്ങാനും അതുപോലെ തന്നെ അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് നടക്കുകയും ചെയ്യും. പോരാത്തതിന് ആളുകളുമായിട്ടൊന്ന് ഇടപഴകാനും കൂടിയുള്ള ഒരു സാഹചര്യമാണ് ഇത്തരം കാര്യങ്ങളെ കൊണ്ട് കിട്ടുന്നത്. ഇതിൽ നെഗറ്റീവായിട്ട് ഒന്നും എടുക്കാനില്ല, അല്ലെങ്കിൽ ഇതൊരു തെണ്ടലാണ്, ഒരു ഭിക്ഷാടനമാണ് എന്ന് പറയത്തക്ക രൂപത്തിലൊന്നുമില്ല. കാരണം ഈ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇങ്ങനെ തന്നെ നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് അവിടെ പഠിക്കുന്ന മക്കളുടെ എല്ലാ ചിലവുകളും കഴിഞ്ഞു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു സ്ഥാപനം നടത്തിയാൽ നമുക്കത് മനസ്സിലാവും. പിന്നെ ഈ ഒരു വർഷാവസാനം ഇറക്കുന്ന കലണ്ടർ വിറ്റതുകൊണ്ട് ആ സ്ഥാപനം ആ വർഷം മുഴുവനും മുന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോകൂല, അങ്ങനെ പോകൂല. അങ്ങനെ കിട്ടുന്ന പണം, പിന്നെ അതുപോലെ തന്നെ ഇതിന് റിസീവർമാരുണ്ടാകും, അവർ പിരിച്ചു കൊണ്ടുവരുന്ന പണം, പിന്നെ ഗൾഫിലേക്ക് ഇപ്പോൾ ഓരോ സ്ഥാപനത്തിലും പഠിപ്പിക്കുന്ന അധ്യാപകർ, അവിടെ ജോലി ചെയ്യുന്ന ഉസ്താദുമാരും ആ സ്ഥാപനത്തിന് വേണ്ടി പലപ്പോഴും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് പല ആളുകളും പോയി കാണാറുണ്ട്. പല സ്ഥലങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അവർ സ്ഥാപനത്തിൻ്റെ ആവശ്യാർത്ഥം പോകാറുണ്ട്. പല അധ്യാപകർക്കും അവിടെ തന്നെ ധാരാളം ജോലികളുണ്ടാവും. എന്നാലും ഇതിൻ്റെ കൂടെ ഇതുപോലെ സാമ്പത്തികമായിട്ട് സ്ഥാപനത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയും വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ഉസ്താദുമാരെയും എനിക്കറിയാം. അവരൊക്കെ പല ഉസ്താദുമാരും അതിൽ നിന്ന്, ഈ പോകുന്ന പൈസയിൽ നിന്ന് അവരുടെ യാത്രാ ചെലവും ഭക്ഷണം മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അവരുടെ പോക്കറ്റിലേക്കൊന്നും വെക്കാതെ മുഴുവനായിട്ടും സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് ഇറക്കുന്ന ഉസ്താദുമാരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള ഓരോ സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇദ്ദേഹം ഈ ചെയ്ത പരിപാടി എന്ന് പറയുന്ന അത്ര നല്ലൊരു പരിപാടിയല്ല. കാരണം ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. യതീമക്കൾക്ക് തിന്നാൻ കൊടുക്കില്ല, അവരുടെ കാര്യങ്ങൾക്കൊന്നും പൈസ ഇറക്കില്ല, കൊടുക്കുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഇതാണ് ഇദ്ദേഹം ചെയ്യുന്ന ഒരു പരിപാടി. ഇത് വളരെ വലിയ തെറ്റാണ്. 7 വൻകുറ്റങ്ങളിൽ തന്നെ പറയുന്ന ഒന്നാണ് അനാഥകളുടെ ഭക്ഷണത്തിൽ കയറി ഇടപെട്ടത് മുടക്കുക, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത്. അത് മുടക്കലും വലിയ തെറ്റാണ്. അതുപോലെ തന്നെ അത് കൊടുക്കാതിരിക്കൽ പിന്നെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, പക്ഷെ കൊടുക്കുന്നവർ കൊടുത്തോട്ടെ. ഇങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് അവിടെ പഠിക്കുന്ന മക്കൾ, പാവപ്പെട്ട മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ചിലവ് അങ്ങനെ കഴിഞ്ഞു പോകുമെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്? സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകട്ടെ. യതീമക്കളായ പാവപ്പെട്ട കുട്ടികളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ഇടപെട്ടുകൊണ്ട് വലിയ ആളാകാതിരിക്കുക. കണ്ടൻറ്റുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് കണ്ടൻറ്റുകൾ ഇതല്ലാതെ വേറെയും ഒരുപാട് വീഡിയോ ചെയ്യാൻ ഇഷ്ടംപോലെ വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് ആ മക്കളുടെ ഭക്ഷണത്തിൽ കയറിയിട്ട് നമ്മൾ പറയുന്നത് പോലെ തിന്നില്ല, തീറ്റിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ പൂഴി വാരിടുന്ന ഒരു ഏർപ്പാട് അത്ര നല്ലതല്ല. യതീമക്കളുടെ ഭക്ഷണകാര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ വെറുതെ ആ മക്കളെ നിരുത്സാഹപ്പെടുത്തുക, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നിങ്ങൾ കാരണം ആകരുത്.